നമസ്കാരം. നാളെ സുപ്രീം കോടതി ലാവ്ലിൻ കേസ് നടക്കില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി വരുന്ന, അതായത് തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽ, അമിത്ഷായുടെ വലങ്കയായ സോളിസിറ്റർ ജനറൽ നാളെ CBIക്ക് വേണ്ടി പറയാൻ പോകുന്നത് താൻ സ്വർഗരതിയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി കേസ് വാദം നടക്കുന്നതിനാൽ വളരെ തിരക്കിലാണ്, അതുകൊണ്ട് ഈ കേസ് മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാറ്റിക്കും. ഇതിൻ്റെ പിന്നിലുള്ള നാടകം എന്താണെന്ന് ഇപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി ഈ കേസ് 56 തവണയായി മാറ്റിവെച്ചിരിക്കുകയാണ്. 34 തവണ ബെഞ്ച് വഴിയും ബാക്കി 22 തവണ രജിസ്ട്രി വഴിയും മാറ്റിവെച്ചിട്ടുള്ള ലാവ്ലിൻ കേസ് ചരിത്രം സൃഷ്ടിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യപ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസ് എന്തിനാണ് സോളിസിറ്റർ ജനറൽ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത്? അതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള സംഭവത്തിൽ കേരളത്തിൽ 20 സീറ്റിൽ 19 സീറ്റും കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ളത് UDF ആണ്. ഒരു സീറ്റിൽ ആകട്ടെ CPM ആണ് വിജയിച്ചിട്ടുള്ളത്. പിന്നീട് കേരള കോൺഗ്രസ് കാലുമാറിയെങ്കിലും അതും LDFിലേക്കാണ്. അതായത് മൊത്തം 20 സീറ്റ് കേരളത്തിൽ നിന്ന് BJPക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ഇതേപോലെ വരികയാണെങ്കിൽ കോൺഗ്രസ് പൂർണ്ണമായും വിജയിക്കും. ലാവ്ലിൻ കേസിൽ വിധി വന്നാൽ പിറ്റേ ദിവസം പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും. അതുവഴി UDF ആണ് നേട്ടമുണ്ടാക്കുക എന്ന് കൃത്യമായിട്ട് പഠിച്ച് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ K. സുരേന്ദ്രനും കൂടാതെ പ്രകാശ് ജാവേദ്കർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ BJPയുടെ ചാർജ് വഹിക്കുന്ന മാന്യദേഹവും കൂടി ഇപ്പോൾ അമിത്ഷായെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷായുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ സീറ്റ് പിടിക്കണമെങ്കിൽ പിണറായി വിജയനുമായി ധാരണയുണ്ടാക്കുക, മിനിമം 6 സീറ്റിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയനെ ഈ കേസും നയതന്ത്ര ബാഗേജുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷൻ കേസ്, എൻഫോഴ്സ്മെൻറ്റ് കേസ്, കസ്റ്റംസ് കേസ്, CBI കേസ്, ഈ കേസുകളെല്ലാം വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അടുത്ത ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ 6 സീറ്റുകൾ പിണറായി വിജയൻ നേടിക്കൊടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ലാവ്ലിൻ കേസ് എടുക്കുകയാണെങ്കിൽ അത് വിധി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരും. അതോടുകൂടി LDF തകർന്നു പോകും. ഇങ്ങനെയുള്ള ഒരു ധാരണ അമിത്ഷായുടെ മുന്നിൽ അവതരിപ്പിച്ചത് വഴി കേരളത്തിലെ BJPക്കാരെ മുഴുവൻ വഞ്ചിക്കുകയാണ് വീണ്ടും മുരളീധരനും ജാവേദ്കറും അതേപോലെ സുരേന്ദ്രനും. യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPക്കാർ പിണറായി വിജയനെതിരാണ്. അടുത്തൊരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതേപടി പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തിയാൽ തീർച്ചയായും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങൾ പോലെ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വട്ടപൂജ്യമായ പോലെ BJP ഇല്ലാതായി തീരും. എത്ര ക്രിസ്ത്യൻ ലോബികളെ ഇളക്കി മറിച്ചു കൊണ്ടുവന്നാലും, AK ആന്റണിയുടെ മകനെ തിരിച്ചു കൊണ്ടുവന്നാലും, AK ആന്റണിയുടെ മകനെ പോലെയുള്ള 100,000 പേരെ കൊണ്ടുവന്നാലും ക്രിസ്ത്യൻ വോട്ടോ മുസ്ലിം വോട്ടോ ഹിന്ദു വോട്ടുകൾ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിൽ BJP ഒറ്റപ്പെടും. ഇവിടെയുള്ള നേതാക്കന്മാർ പിണറായി വിജയനുമായി ധാരണയായി അവരുടെ കച്ചവടം ഉറപ്പിക്കലാണ് ഇവിടെ യഥാർത്ഥ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുഷാർ മേത്ത നാളെ താൻ വേറൊരു കേസിൽ വളരെ എൻഗേജ്ഡ് ആണെന്നും അതുകൊണ്ട് ഈ കേസ് വീണ്ടും മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ തന്നെ സുപ്രീം കോടതിയിൽ വാദം ഉയർത്താൻ പോകുന്നത്. അങ്ങനെ ഈ കേസ് വീണ്ടും മാറ്റിവെക്കും. പിന്നെ എടുത്ത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ജൂലൈ മാസത്തിൽ വെക്കേഷൻ കഴിഞ്ഞ് മാത്രമേ സുപ്രീം കോടതി പരിഗണിക്കൂ. പിന്നീട് അടുത്ത ഇലക്ഷൻ 2024 ഇലക്ഷൻ വരെ ഈ വിധത്തിൽ മാറ്റിക്കൊണ്ടുപോവുക എന്നുള്ള തന്ത്രമാണ് BJP പയറ്റുന്നത്. അതായത് കേരളത്തിൽ BJP തകർന്ന് തരിപ്പണമായാലും വേണ്ടില്ല, പിണറായി വിജയനുമായിട്ടുള്ള കച്ചവടത്തിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള നീക്കത്തിൽ കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മുരളീധരനും അതേപോലെ K. സുരേന്ദ്രനും ഇപ്പോൾ ജാവേദ്കറും കൂടെ ഇങ്ങനെയൊരു പ്ലാൻ അമിത്ഷായുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷാ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, അമിത്ഷായെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ മൂവർ സംഘം ചേർന്ന് കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടണമെങ്കിൽ പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ മാറ്റി 6 സീറ്റുകൾ BJP പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. മറിച്ചായാൽ 20 സീറ്റും UDF പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ധാരണയാണ് അവർ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് എന്താണ്? ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകുമ്പോൾ തന്നെ
ഇവിടെയുള്ള BJP-ക്കാർ നേരെ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ BJP-ക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്യാണ്. മാർക്സിസ്റ്റ് പാർട്ടി അണികൾ മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി അണികൾ മൊത്തത്തിൽ UDF-ലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അടുത്തൊരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ 20 സീറ്റും മൊത്തത്തിൽ അടിച്ചുകൊണ്ടുപോകുന്നത് UDF ആയിരിക്കും. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി ആയിരിക്കും അടുത്ത തവണ ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ നിന്ന്, അതായത് വയനാട്ടിൽ നിന്ന് മത്സരിക്കുക. അഥവാ അതല്ല എങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസിൽ വിധി സ്റ്റേ ചെയ്തുകൊണ്ട്, ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി വന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കും. കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഹിന്ദുക്കളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് UDF-നെ തന്നെ വിജയിപ്പിക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കർണാടകയിൽ BJP തോൽക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. ഇന്ത്യയിൽ BJP-യുടെ അടിത്തറ ഇളക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും കർണാടക. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 141 സീറ്റ് മുതൽ 150 സീറ്റ് വരെ പിടിച്ചെടുക്കാൻ, BJP-യെ തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും മിനിമം 120 സീറ്റെങ്കിലും കോൺഗ്രസ് നേടുമെന്നുള്ള കൃത്യമായുള്ള കണക്കും BJP-ക്കാണ്. അതിനെ മറികടക്കാൻ 10 ദിവസം മോദി കർണാടകയിൽ പ്രചരണം നടത്തുകയാണ്. കേരളത്തിൽ അതേപോലെ പ്രചരണ കോലാഹലങ്ങൾ അഴിച്ചുവിടാനുള്ള പ്ലാനാണ് മോദിക്കുള്ളത്. അതിൻ്റെ ഭാഗമായാണ് വന്ദേ ഭാരത് വന്നതും. അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇളക്കി മറിക്കുക എന്നുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നതെങ്കിലും സാധാരണ BJP പ്രവർത്തകരും അതേപോലെ മാർക്സിസ്റ്റ് അണികളും ഇവർക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് സത്യം. ഈ രണ്ട് ഗ്രൂപ്പും ഒരേപോലെ UDF-ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും കേരളത്തിലെങ്കിൽ കർണാടകയിൽ ചരിത്രത്തിലാദ്യമായി ദയനീയമായ പരാജയം BJP കൈവരിക്കാൻ പോകുന്നു എന്നുള്ള സത്യമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു കർണാടകയിൽ പരാജയപ്പെട്ടാൽ അത് മൊത്തത്തിൽ ഇന്ത്യയിൽ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ കൊണ്ട് അതാത് പ്രദേശത്തുള്ള സംവിധാനത്തെ മുഴുവൻ, അതായത് ഡൽഹിയിലാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ AAP-ക്കെതിരെ CBI ഉപയോഗിക്കുന്നു. അതേപോലെ ബംഗാളിൽ മമതയ്ക്കെതിരെ CBI-നെ ഉപയോഗിക്കുന്നു. പല സ്ഥലത്തും എൻഫോഴ്സ്മെൻറ്റിനെയും CBI ഉപയോഗിച്ച് കേസുകൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം കൂടെ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി നിലനിർത്താനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അടുത്ത ലോക്സഭാ ഇലക്ഷൻ പോലും അട്ടിമറിയാൻ എല്ലാ സാധ്യതകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് BJP കാണിക്കുന്ന ഇത്തരം തരം താഴ്ന്ന പണികൾ കേരളത്തിൽ BJP അണികളെപ്പോലും വിരളി പിടിപ്പിച്ചുകൊണ്ട് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്ന ഈ പരിപാടികൾ, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്ന ഈ പരിപാടികൾ, അതേപോലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇതുവരെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാതെ നിർത്തിവെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ കളികൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ BJP ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ BJP സ്ട്രോങ് ആയി നിന്നുകൊണ്ട് പിണറായി വിജയനെ അകത്താക്കിയിരുന്നെങ്കിൽ, പിണറായി വിജയനെ പല കേസുകളിൽ കൃത്യമായി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തെയും മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നെങ്കിൽ കേരളത്തിൽ BJP ഉണ്ടാകുന്ന മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും. കേരളത്തിൽ BJP ഒറ്റ അടിക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കാൻ പറ്റുന്നത് പിണറായി വിജയന് എതിരെയുള്ള കേസുകൾ സ്ട്രോങ് ആക്കുന്ന വഴിയാണ്. എന്നാൽ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിച്ച്, കള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ 3 പേരും, മുരളീധരനും അതേപോലെ മുരളീധരനും അതേപോലെ K സുരേന്ദ്രനും ജാവേദ്കറും കൂടി അമിത്ഷായെ ധരിപ്പിച്ചിരിക്കുന്നത്. അമിത്ഷാ ധരിച്ചു വെച്ചിരിക്കുന്നത് വല്ല കാരണവശാലും ലാവ്ലിൻ കേസ് എടുത്താൽ കേരളത്തിൽ UDF വിജയിക്കും, അതോടൊപ്പം കോൺഗ്രസ് CPM ഇല്ലാതാകും, BJP തകർന്നടിയും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇവിടെ BJP സ്ട്രോങ് ആയി പിണറായി വിജയനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇവിടുത്തെ BJP അണികൾ മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ മൊത്തം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. വെറുത്ത് ഇങ്ങനെ ഒരു നശിച്ച ഒരു ഭരണം ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലും അഴിമതിയാണ്, എവിടെ നോക്കിയാലും അഴിമതി. പിണറായി വിജയന്റെ കുടുംബം ഇങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. 25,000 കോടിയുടെ ആസ്തിയാണ് പിണറായി വിജയനുള്ള എന്നുള്ള വാർത്തകൾ കൃത്യമായി അമിത്ഷായ്ക്ക് അറിയാം.
ഏത് സമയത്തും തൂക്കിയെടുക്കാവുന്ന രൂപത്തിൽ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് എത്ര കാലം പിണറായി വിജയനെ സംരക്ഷിക്കും ഈ BJPയും അതേപോലെ അമിത്ഷാ എന്തെങ്കിലും കാര്യം അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJP വളരുക എന്നുള്ളത് മാത്രമാണെങ്കിൽ കേരളത്തിലെ BJP നേതാക്കന്മാർ കച്ചവടം മാത്രമാണ് നടത്തുന്നത്. ജാവേദ്കർക്ക് എന്തെല്ലാം കൊടുത്തു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ജാവേദ്കർ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വി മുരളീധരനും അതേപോലെ നമ്മുടെ K സുരേന്ദ്രൻ കേരളത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാവേദ്കർ വന്ന് ഇവിടെ പ്രസ്താവന ഇറക്കിയത് കൊണ്ടോ കുറച്ച് ക്രിസ്ത്യൻ ലോബികളെ ഇളക്കിക്കൊണ്ടുവന്നുകൊണ്ടോ BJPക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാൻ കഴിയില്ല. അതിന് വേണമെങ്കിൽ ലാവ്ലിൻ കേസിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ള അട്ടിമറികൾ, പിന്നാമ്പറ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാറണം. അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെയും കുടുംബത്തെയും ഒന്നടങ്കം ജയിലിലടയ്ക്കണം. അതേപോലെ ഡോളർ കടത്തിലും ഇതേപോലെ നടപടി എടുക്കുകയാണെങ്കിൽ, ലൈഫ് മിഷൻ കേസിൽ ഇതേപോലെ നടപടി എടുക്കുകയാണെങ്കിൽ അതോടെ തീർന്നു CPM. അതോടുകൂടി CPMലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും BJPയിലേക്ക് വന്ന് ചേക്കേറും. അത് സ്വാഭാവികമാണ്. ശക്തമായി പിണറായി വിജയനെതിരെ പോരാടാനുള്ള ഒരു ശക്തിയായി BJP വളർന്നാൽ തീർച്ചയായും കേരളത്തിൽ BJP അടുത്ത ഇലക്ഷനിൽ വിജയിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോവുകയാണ് BJPയും അതേപോലെ പിണറായി വിജയനും. അതായത് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടെടുക്കുക, ആവശ്യത്തിന് പണം ഉണ്ടാക്കുക, ഏത് തട്ടിപ്പുകളിലും ഒരു പങ്ക് K സുരേന്ദ്രനും അതേപോലെ വി മുരളീധരനും കിട്ടുക, അവരുടെ കാര്യം കുശാലായി ഇവിടെ നടക്കുക, അടുത്ത ഇലക്ഷനിൽ 6 സീറ്റെങ്കിലും എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഉപയോഗിച്ച് വിജയിപ്പിച്ചെടുക്കുക, ഇതൊക്കെയാണ് BJP കരുതുന്നത്. എന്നാൽ അതോടൊപ്പം അവർ കരുതുന്നത് കോൺഗ്രസ് ഇതോടുകൂടി തകർന്ന് തരിപ്പണമാകുന്നതെന്നാണ്. അനിൽ ആന്റണിയെ കൊണ്ടുവന്നതോടുകൂടി കോൺഗ്രസിൽ നിന്ന് ഒഴുക്കുണ്ടാകുമെന്ന് കരുതുന്നു അമിത്ഷാ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്കും BJP അണികൾ ഈ CPMനെതിരെ, പിണറായി വിജയനെതിരെ രോഷം കൊള്ളുകയാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം BJP ഇല്ലാതാവുന്ന പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.